അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി സിദ്നി ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബല റിസ്കൻ ഹലാലൻ ത്വയ്യിബൻ ഖുലൂബൻ ഖാശിയ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ ഇന്നത്തെ ഈ തൗബ അതായത് ഇസ്തിഗ്ഫാർ എന്ന വിഷയം നമ്മുടെ ഹറമിൽ നമ്മുടെ കൂടെ യാത്ര ഉംറ ചെയ്തവരോട് ഒന്നിച്ചുള്ള ഒരു ഓഫ്ലൈൻ ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ഭാഗ്യം സിദ്ധിച്ച അള്ളാഹുവിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം തൗബ ഇസ്തിഗ്ഫാർ അല്ലേ. ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് തന്നെ വലിയൊരു ക്ലാരിറ്റി ഇല്ല എന്ന് വേണം പറയാൻ. നമ്മൾ വിചാരിക്കുക അസ്തഗ്ഫിറുല്ലാഹ് അല്ലുന്നുണ്ടല്ലോ, നമുക്ക് പാപമോചനം ലഭിക്കുമല്ലോ, അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലിയാൽ മതിയല്ലോ. അസ്തഗ്ഫിറുല്ലാഹയും തൗബ അല്ലെ, അതായത് ഇസ്തിഗ്ഫാറും തൗബയും തമ്മിലുള്ള വ്യത്യാസം അതിനെക്കുറിച്ച് നമ്മളൊന്നും അധികം കൂടുതലായിട്ട് ചിന്തിക്കാറില്ല എന്ന് വേണം പറയാൻ. എന്നാൽ തന്നെ ഇന്നത്തെ ന്യൂജൻ ആരെങ്കിലും അവരോട് ഈ വിഷയം സംസാരിച്ച് ഓരോയ്ക്ക് തൗബ ചെയ്യാനോ, നമ്മൾ അതിനത്ര തെറ്റൊന്നും ചെയ്തിട്ടില്ലാലോ, നമ്മൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാലോ എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്ലൈ അല്ലേ. ആക്ച്വലി തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ല, നമുക്ക് ക്ലിയറായിട്ട് അറിയാവുന്നതാണ് അല്ലേ. പ്രവാചകന്മാർക്ക് പോലും തെറ്റുകൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ഖുർആൻ മൂലം ഹദീസ് മൂലം നമുക്ക് വ്യക്തമായിട്ട് തെളിവുകൾ ലഭിച്ചിട്ടുള്ള. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം അബ്ദുല്ലാഹിബിന് ഉമ്മി മക്തവും അന്ധനായ ബാങ്ക് കൊടുക്കുന്ന ആള് വീട്ടിൽ വന്നപ്പോൾ മക്കാ മുശ്രിക്കുകൾ എന്തോ ചർച്ച ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവർക്ക് ഒരു അല്പ പ്രാധാന്യം നൽകിയതിൻ്റെ പേരിൽ അബസവത്തവല്ല അഞ്ചാഹുൽ എന്നുള്ള സൂറത്ത് നമ്മളെല്ലാവരും ഖത്തം തീർക്കുമ്പോൾ സ്ഥിരമായിട്ട് പാരായണം ചെയ്യുന്നൊരു സൂറത്താണല്ലേ. അപ്പം നമുക്കറിയാം എല്ലാവർക്കും തെറ്റുകളുണ്ട്, പക്ഷെ ആരും തന്നെ തെറ്റ് സമ്മതിച്ച് തരാൻ തയ്യാറല്ല അല്ലേ. നമ്മളൊക്കെ ശരി ചെയ്യുന്നവരാണ് എന്നൊരു കോൺസെപ്റ്റാണ് നമുക്കുള്ളത്. ആക്ച്വലി ഇസ്ലാമിൽ അങ്ങനെയല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇസ്തിഗ്ഫാർ എന്ന് പറഞ്ഞാൽ അത് കേവലം കൗലിയാണ്, വാക്കുകൾക്ക് അധിഷ്ഠിതമാണ്, വാക്കുകളിലൂടെ നമ്മൾ പറയുന്നതാണ്. അതിൽ ഹാർട്ട് വേണം, എന്തായാലും നിർബന്ധമായിട്ടും വേണം. എന്നിരുന്നാലും നമ്മൾ പലപ്പോഴും അതങ്ങനെ ഹാർട്ട് കണക്റ്റഡ് ആയിട്ട് പറയാറില്ല എന്ന് മാത്രം. എന്നാൽ തൗബ ഖൽബി ആയിരിക്കണം, ഖൽബിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തന്നെ തോന്നുന്ന ഒരു വികാരമാണത്. അത് മാത്രമല്ല, ആ തൗബ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലങ്ങളെ കുറിച്ച് ആലോചിച്ചാൽ നമ്മൾ ഇത്രയും കാലം അത് കാര്യമായി ഗൗനിച്ചില്ലല്ലോ എന്ന് നമുക്ക് തന്നെ മനസ്സിൽ വിഷമം തോന്നും അല്ലേ. അതായത് ദിക്റുകളുടെ പ്രാർത്ഥനകളിലൂടെയുള്ള ഏറ്റവും വലിയൊരു കാരണം എന്താണ്? പാപമോചനവും സ്വർഗപ്രവേശനവും അല്ലേ. നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ തടസ്സം സൃഷ്ടിക്കുന്ന ഒരേ ഒരു വസ്തു നമ്മുടെ തെറ്റുകളാണ്, നമ്മുടെ പാപങ്ങളാണ് അല്ലേ. നമ്മുടെ പാപങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ഒരിക്കലും വിശ്വസിക്കൂല അല്ലേ. അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കണ്ടുമുട്ടുമ്പോൾ ഇഖ്റ കിതാബക കഫാ ബിനഫ്സിക അൽയൗമ ഹസീബ എന്ന് പറഞ്ഞ ആ ഗ്രന്ഥം നീട്ടുമ്പോഴായിരിക്കും നമ്മൾ അന്തം വിട്ട് നിന്ന് പോവുക. അതായത് ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള നമ്മൾ ഒരിക്കലും അതൊരു എണ്ണപ്പെടൂലാന്ന് വിചാരിച്ച് ചെയ്ത തെറ്റുകൾ പോലും അതൊക്കെ പാപങ്ങളുടെ പട്ടികയിൽ ലിസ്റ്റിൽ ഇങ്ങനെ നിരന്ന് കാണുമ്പോൾ നമ്മൾ പലരുടെയും പാപമോചനത്തിനെ കുറിച്ചൊക്കെ ഹദീസുകളിലൂടെ ഒക്കെ കേട്ടതുള്ളത് കൊണ്ട് നമുക്കറിയാം അല്ലേ, നമ്മുടെ പാപങ്ങളെ കുറിച്ചൊക്കെ അത് ശരിക്കുള്ളൊരു വാല്യുവേഷൻ അവിടെ നടക്കുമെന്നുള്ളത്. അപ്പം തൗബ 100% ഹാർട്ട്ലി ആയിരിക്കണം, ഹൃദയംഗമമായിട്ട് ചെയ്യുന്നതായിരിക്കണം. അത് എനിക്ക് വേണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി, ഞാൻ പാപമോചിതനാണോ, എനിക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ഒരു വ്യക്തമായ ഒരു നെയ്യത്തോടു കൂടി ചെയ്യുന്നതാണ് തൗബ. എന്നാൽ വാക്കുകളിൽ ഒതുങ്ങുന്ന നമ്മൾ അതായത് ഡെയിലി നമ്മൾ പറയുന്ന അസ്തഗ്ഫിറുല്ലാഹ് അറിഞ്ഞോ അറിയാതെ നമ്മൾ പറയാണ്ട് നമ്മൾ പാപം പൊറുക്കണം എന്നാണ് നമ്മൾ ഇൻറ്റൻഷൻ എങ്കിലും നമ്മൾ അത് ഒരു വായ്മൊഴി, അതൊരു വായിൻ്റെ എക്സസൈസ് ആക്കി പോലെ അങ്ങനെ പറയരുത് ഒരിക്കലും. ദിക്ർ എടുക്കുമ്പോൾ നമ്മൾ 100 150 തസ്ബീഹ് മാല വെച്ച് ദിക്ർ എടുക്കുന്നതിലെല്ലാം കാര്യം നമ്മുടെ ഹൃദയം തൊട്ടറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അല്ലാഹുവേ നീ അല്ലാണ്ട് മറ്റൊരാരും ഇലാഹുമില്ല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തിട്ടുള്ള വാക്കുകളായിരിക്കണം നമ്മൾ പറയുന്നത്. 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് ഒന്ന് മാത്രമാണ്, ഹൃദയം അറിഞ്ഞ് പറയുന്നതിനായിട്ടുള്ള വാല്യൂ, അതായത് അതിൻ്റെ വെയിറ്റിന് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാലുള്ള ഗുണങ്ങൾ, ഇതിൻ്റെ പോയിന്റ്സ് മാത്രം ഞാൻ നോട്ട് ചെയ്ത് പോവുകയാണ്. കാരണം ഇതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് അതായത് 25ഓളം കാര്യങ്ങൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചാൽ നമുക്കുണ്ട്. പക്ഷെ ഓരോന്ന് പറയുകയാണെങ്കിൽ കുറേ അരമണിക്കൂറിലേറെ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ പോയിന്റ് മാത്രം സൂചിപ്പിച്ച് പോകണം. ഒന്ന്, അള്ളാഹു സ്വർഗം ലഭിക്കും അല്ലേ. നമ്മുടെ പാപങ്ങളൊക്കെ കരിച്ചു കളഞ്ഞാൽ, പാപമോചനം ലഭിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് നമുക്ക് സ്വർഗം ഉറപ്പാണ്. 2,
അള്ളാഹു ഏറെ പൊറുക്കുന്നവരാണ്. അതായത് വാക്കിനെ സ്ഥിരമായി പൊറുക്കുന്ന, അതായത് അഫാർ അല്ലേ, അതായത് പൊറുത്തുകൊണ്ടേ ഇരിക്കുന്നവൻ അല്ലെ. അള്ളാഹുവിന്റെ അസ്മാവ് സിഫാത്താണ് അത് അല്ലെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരിക്കൽ തെറ്റ് ചെയ്ത് വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ കോപിക്കുകയില്ല, മറിച്ച് അള്ളാഹു സന്തോഷിക്കുകയാണ്. അതൊരു നല്ലൊരു പ്ലസ് പോയിന്റ് ആണ് അല്ലേ. വാമൻ പിന്നെ ആരെങ്കിലും അള്ളാഹുവിനോട് അതായത് പിന്നെ തെറ്റുകൾ ചെയ്യുന്നില്ലെങ്കിൽ ആ സമൂഹത്തെ അള്ളാഹു ശേഷം നാമവാശം ആക്കിയ ശേഷം പുതിയൊരു സമൂഹത്തെ കൊണ്ടുവരും എന്നാ പറയുന്നത്. അതായത് അത്രയ്ക്ക്, അതായത് മനുഷ്യൻ കുല്ലുബനി ആദമു ഹത്താവൻ, ആദമിന്റെ മക്കളെല്ലാം തന്നെ പിന്നെ പാപങ്ങൾ ചെയ്യുന്നവരായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അൽ ഹൈറു ഹത്താവുൻ അത്തവാബൻ, അതിൽ ഏറ്റവും നല്ല പിന്നെ പാപികൾ ആരാന്ന് വെച്ചാൽ അവര് പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലെ. ഇപ്പൊ നമ്മളിപ്പോ ഒരാൾ അസ്തഗ്ഫിറുല്ലാഹ് ധാരാളം പറയുമ്പോൾ നമ്മളെ ആയിരിക്കോ ഇയാൾ തമ്പാട് കുറ്റം ചെയ്തിട്ട് പറയാം, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. കാരണം അയാള് ഓരോ നിമിഷവും അയാൾ പാപമോചിതനാകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. പിന്നെ അതായത് പിന്നെ 2 സമയങ്ങളാണ് പാപമോചനത്തിന് പിന്നെ കൽപ്പിച്ചിട്ടുള്ളത്. അതേതാണെന്നറിയോ? അത് 2 ഡെഡ് എൻഡ് ഉണ്ട്. അതൊക്കെ ആർക്കെങ്കിലും അറിയാവോ? അല്ല, അങ്ങനല്ല. പാപം ഇനി അങ്ങോട്ട് സ്വീകരിക്കൂല എന്ന് പറയുന്ന 2 എൻഡ്സ്. ഒരു മനുഷ്യൻ മരിക്കുന്ന റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുന്ന സമയത്തും പിന്നെ സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചു കഴിഞ്ഞാൽ, ഈ 2 സമയത്തിൽ കഴിഞ്ഞാൽ നമ്മുടെ ഇസ്തിഗ്ഫാറിന് ഒരു വാല്യൂ ഇല്ല. ഈ അടുത്ത ദിവസം ഈ നോമ്പ് തുടങ്ങുന്ന മുമ്പാണ് തോന്നുന്നു സോഷ്യൽ മീഡിയയിൽ ഒരു ഫോർവേഡ് വന്നതാണ്. 2 ചെക്കന്മാർ അവർ കിടന്നുറങ്ങുക. അതിൽ ഒരുത്തം വന്നാടാ എനിക്ക് ഇന്ന് 12 മണിയായിട്ട് സൂര്യൻ ഉദിച്ചില്ലടാ. അപ്പോൾ ഓൻ ചോദിച്ചേ നീ ഇത് കളവറിയണം, വാച്ച് എടുത്ത് നോക്കിയല്ല ഫോൺ എടുത്ത് നോക്കി, സമയം 12 AM കാണിക്കുന്നത്. അപ്പം നോക്കുമ്പോൾ എന്താ, സൂര്യൻ ഉദിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അപ്പം ഖുർആൻ അടിച്ചു നോക്കുന്നു, ഖുർആന്റെ വചനങ്ങൾ മാഞ്ഞു പോയിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടം നമുക്ക് വരാനുണ്ട്. അതെപ്പോഴാണ് നമുക്ക് അറിയില്ല അല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് ധാരാളമായിട്ട് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതെപ്പോഴാണ് നമുക്കറിയില്ല അല്ലേ. അങ്ങനെ ഒരു സമയം വന്നു കഴിഞ്ഞാൽ റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാലും സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചാലും ആരെ തൗബ പശ്ചാത്താപം സ്വീകരിക്കുന്നതല്ല അല്ലേ. പിന്നെ അള്ളാഹു അല്ലേ, അള്ളാഹു ധാരാളമായിട്ട് പാപമോചനം നൽകുന്നവനാണ്. ഇന്നല്ലാഹു യുഹിബ്ബു തവ്വാബീൻ ഇന്നല്ലാഹു യുഹിബ്ബുൽ മുത്തത്വഹിരീൻ അല്ലേ. നമ്മൾ ഒന്നെടുത്തു കഴിഞ്ഞാൽ ആ പ്രാർത്ഥന ചൊല്ലാറുണ്ട്, പക്ഷെ ആരും തന്നെ ശ്രദ്ധിക്കാറില്ല അല്ലേ. അതായത് മുത്തത്വഹിരീൻ എന്ന് പറഞ്ഞാൽ തൊഹൂറായ വെള്ളം, തൊഹൂർ എന്ന് പറഞ്ഞാൽ ശുദ്ധിയുള്ളത്. അള്ളാഹു ശുദ്ധിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു, ധാരാളമായിട്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്നവരെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഒരാളിങ്ങനെ പശ്ചാത്തപിച്ച് കരഞ്ഞ് ദുആ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കണ്ടോ ഇയാളെമ്പാട് തെറ്റിയത്. അങ്ങനെയല്ല, അയാൾ അള്ളാഹുവിലേക്ക് അടുക്കുക. അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് തവ്വാബീങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമാണ്. ആ തവ്വാബീങ്ങൾ നിസ്കാരം പറഞ്ഞിട്ടുള്ള നിസ്കാരം നമ്മൾ നിർവഹിക്കുന്നുണ്ട്. അത് ഏതാണെന്നറിയോ? സുന്നത്ത് നിസ്കാരം, ളുഹ നമസ്കാരം. ളുഹ തന്നെ നമ്മൾ പല കാറ്റഗറിയിൽ 3 കാറ്റഗറി ആയിട്ട് നിസ്കരിക്കുന്നുണ്ട്. സൂര്യൻ ഉദിച്ചപാട് അവ്വാബിൻ എന്ന് പറഞ്ഞ് നിസ്കരിക്കും, ഇഷ്റാഖ് പറഞ്ഞ് നമസ്കരിക്കും. അതിന്റെ മിഡില് എല്ലാം ളുഹ തന്നെയാണ്, എന്നാലും അതിന്റെ മിഡിൽ നിസ്കരിക്കുമ്പോൾ ളുഹ പറയും. അതിന്റെ അവസാന ഘട്ടത്തിലാണ് അവ്വാബീൻ. അപ്പൊ ആ നമസ്കാരം നമസ്കരിക്കുമ്പോൾ നമ്മൾ അവ്വാബീനാണ് പഠിച്ചവനെ, ഞാൻ നിന്നിലേക്ക് ഖേദിച്ച് മടങ്ങുകയാണ്, അതുകൊണ്ടാണ് ഈ സമയത്ത് ഞാൻ നിസ്കരിക്കുന്നതെന്ന് പ്രത്യേകം പറയണം. അത് ഏറ്റവും അഫ്ളലായിട്ടുള്ള നിസ്കാരം എന്ന് പറയുന്നത് ഒട്ടക കുഞ്ഞുങ്ങൾ മരുഭൂമിയിൽ കാൽ ചുട്ടു പൊള്ളുന്ന സമയം, അതായത് ഒരു 12 മണിക്ക് മുമ്പേ 11:30 ശേഷം 2ന്റെ ഇടയിലുള്ള നിസ്കാരത്തിനാണ് കൂടുതൽ ശ്രേഷ്ഠത ഉള്ളതെന്ന് മനസ്സിലാക്കാം. പിന്നെ ഇത് ഗഫൂറും ഗഫാറും, അത് അള്ളാഹുവിന് നമുക്കറിയാം. അല്ലാഹ പിന്നെ അല്ലെ, അതായത് 99 നാമങ്ങളുണ്ട്. അതിൽ 2 നാമങ്ങളാണ് ഗഫൂറും ഗഫാറും അല്ലേ. പിന്നെ അതായത് നമ്മൾ ഇസ്തിഗ്ഫാർ ധാരാളമായിട്ട് വർദ്ധിക്കുകയാണെങ്കിൽ സന്താനങ്ങളിൽ വർധനവുണ്ടാവും അല്ലേ. അതിനെ സംബന്ധിക്കുന്ന ആയത്തുകളും വിശദാംശങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ പറയുന്നില്ല, കാരണം ഈ വിഷയം വൈഡായതുകൊണ്ട് തന്നെ അത് പറയാണ്ടിരിക്കുന്നത്. പിന്നെ ആകാശത്തിൽ നിന്ന് മഴ വർഷിക്കും. അതായത് ഒരു ജനതയ്ക്ക് വെള്ളമില്ലാതെ ബുദ്ധിമുട്ടിയപ്പോൾ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പ്രവാചകൻ അവരോട് കൽപ്പിച്ചെന്താണെന്ന് വെച്ചാൽ ധാരാളമായിട്ട് അസ്തഗ്ഫിറുല്ലാഹ് ചെല്ലാം. അതുപോലെ മക്കളില്ലാത്ത സന്താനങ്ങളില്ലാത്ത ആൾക്കാർ സന്താനങ്ങളില്ലാത്ത വിഷമം പറഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കോളാൻ. അതുപോലെ കായ്കനികൾ ഉൽപ്പാദിപ്പിക്കാൻ, കാര്യങ്ങൾ എളുപ്പമാക്കാൻ, വളരെ ഈസി ആക്കി കിട്ടണമെങ്കിലും നമുക്ക് അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കാം. ഇതൊരു കേവലം ഒരു ദിക്റല്ലേ, അതിൽ വലിയ കാര്യമൊന്നും ഇല്ലാലോ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവും. ചെന്നിരുന്നാലും 1024ന്റെ സിഫാത്തുകൾ വായിച്ചു നോക്കുമ്പോൾ ഇതിനും ഒരുപാട് മഹത്വങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അല്ലേ.
മഴ സമൃദ്ധിയായിട്ട് വർഷിക്കും, മക്കള് ധാരാളമായിട്ടുണ്ടാവും, കാരുണ്യം ലഭിക്കും, നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കും. നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ, നമ്മുടെ കഅബ പടുത്തുയർത്തിയ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും കൂടെയാണല്ലോ കഅബ പടുത്തു ഉയർത്തി. അത് ഉയർത്തി കഴിഞ്ഞിട്ട് അവർ ചെയ്യുന്ന ഒരു ദുആ ഉണ്ടല്ലേ, എന്താണെന്നറിയില്ലേ പറഞ്ഞോട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം ല്ലേ. അതായത് അള്ളാഹുവെ നീ എന്നിൽ നിന്നത് സ്വീകരിക്കണം അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ധർമ്മം കൊടുക്കുമ്പോഴും വെറും ബിസ്മി പോരെ, ബിസ്മി സാക്ഷിയാണ്, ബിസ്മി വേണം. പക്ഷെ അതിന്റെ കൂടെ എന്തുകൂടെ വേണം? റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അതായത് നമ്മുടെ അല്ലേ ഒരു നമ്മുടെ പശ്ചാത്താപം നീ സ്വീകരിക്കണം, ഈ കർമ്മവും നീ സ്വീകരിക്കണം. അപ്പം നമ്മൾ ഏതൊരു അമല് സ്വാലിഹാത്ത് ചെയ്യുമ്പോഴും ധർമ്മം കൊടുക്കുമ്പോൾ പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ദുആ വേണം. പിന്നെ വിഷമത്തിൽ നിന്ന് പ്രമോചനം തരും അല്ലേ, നല്ല നല്ല വിഭവങ്ങൾ ആസ്വദിക്കും. അതായത് നമുക്കറിയാം പല ആളുകളും പിന്നെ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഒരേ സ്വത്ത്, ഒരേ പൈസ, ഒരേ പ്രൊഫഷനുള്ള രണ്ടാളുകളെ നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചിലർക്കാണ് ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, ചാരിറ്റി ചെയ്യുന്നത്, കുടുംബത്തിനെ നോക്കുന്നത്, വലിയ വീടെടുക്കുന്നത്, അതാക്കുന്നത്. അതേസമയം അതേ ശമ്പള സ്കെയില്, സാലറി സ്കെയിലുള്ള ആളുകൾ തന്നെ അവർ വളരെ അഷ്ടിച്ചു പിശുക്കി എടുത്ത് വെച്ചിട്ട് അവരുടെ കാര്യങ്ങൾക്കൊന്നും അത് മതിയാകുന്നില്ല എന്നും കൂടെ കാണാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഈ അസ്തഗ്ഫിറുള്ള നമ്മുടെ എല്ലാ ജീവിത ഉപാധികളെയും വർദ്ധിപ്പിക്കും, ബർക്കത്ത് കൂട്ടിത്തരും. പിന്നെ ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കും. നമ്മൾ ചെയ്യുന്ന അമലുകൾക്കൊക്കെ തന്നെ ഉത്തമമായ പ്രതിഫലം ലഭിക്കും. പിന്നെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു പോംവഴി സാധിച്ചു കൊടുക്കും. വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു എന്ന് പറയുന്നതിൽ ആരും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പോലെ ഈ അസ്തഗ്ഫിറുള്ള ചൊല്ലും. അതിലൊരു ചെറിയൊരു ഉദാഹരണമായിട്ടൊരു കഥ ഞാൻ പറയാം. നമ്മുടെ ഇമാമി പിന്നെ മദ്ഹബി ഇമാമികൾ നമുക്കറിയാം, 4 ആള് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്. ഈ 4ൽ ഒരാള്. അതായത് ഒരിക്കല് പിന്നെ ഇദ്ദേഹം പണ്ടത്തെ പിന്നെ ഇമാമുകളെ കാര്യം അവർക്ക് ഹദീസ് കിട്ടണം. നമ്മളെപ്പോലെ യൂട്യൂബ് അടിപ്പിച്ചു നോക്കിയാലൊന്നും കിട്ടൂല. അവരവിടെ ചെന്ന് അന്വേഷിക്കണം. ഈ മനുഷ്യൻ ഇങ്ങനെ തോളിലൊരു ബാഗ് ഇട്ട് ഇങ്ങനെ പോവുക ഹദീസ് ശേഖരിക്കാനും അതിന്റെ സത്യാവസ്ഥ അറിയാനും വേണ്ടിയിട്ട്. അങ്ങനെ പോയി ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ രാത്രി ഇഷാന്റെ സമയം കഴിഞ്ഞ്. അപ്പോൾ പള്ളി കയറുമ്പോൾ അവിടുത്തെ പിന്നെ എന്താണ് പള്ളിയിലെ മുക്രി സമ്മതിക്കുന്നില്ല. പള്ളി എടുക്കാൻ പോവാണ്. ഇപ്പം നിങ്ങൾ പോകണം. അപ്പം ഞാനൊന്ന് നിസ്കരിച്ചോട്ടെ, ഞാനൊരു പരദേശിയാണ്. നോക്കെ നിസ്കരിച്ച പാട് വന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പം അയാൾ നിസ്കരിച്ച് കഴിഞ്ഞാൽ അയാൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അടുത്ത ഷോപ്പിൽ അറേബ്യൻ നാടുകളിൽ എവിടെ ആയിരിക്കും, അല്ലാണ്ട് ഇപ്പോൾ ഹദീസ് പരിശോധിച്ച് വരൂലല്ലോ. അപ്പോൾ ഒരു മനുഷ്യനുണ്ട് ഖുബൂസ് ഉണ്ടാക്കുന്നത്, ഖുബൂസ് പൊടി കുഴച്ച് വെക്കുന്നത്, പിറ്റേന്നത്തേക്കുള്ള പൊങ്ങണല്ലോ. അപ്പം ചോദിച്ചു, നിങ്ങൾ എന്താ അങ്ങനെ ഇവിടെ നിൽക്കുന്നത്? ഞാനില്ല, ഇങ്ങനെ വന്നതേനു. അപ്പോൾ എനിക്ക് ഇനി ഇയാൾ ഇവിടെ കിടക്കാം, പള്ളി ഉണ്ടല്ലോ, പള്ളി കിടക്കാലോ, അടുത്തൊന്നും ഇല്ലാലോ കാലഘട്ടത്തിൽ, കിടക്കാലോന്ന് വിചാരിച്ച് വന്നതിന്. അപ്പോൾ ഈ മനുഷ്യൻ ഇനി ഇവിടെ കിടക്കാൻ ഞാൻ സാറില്ല, എൻ്റെ പല ചെറുതങ്ങളുടെ വീട്ടിൽ വരുമോ ചോദിച്ചാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ ഇയാൾ കുബുസ് ഉണ്ടാക്കി അതിൻ്റെ പാകപ്പെടുത്തി വെച്ച് തൂടിയിട്ട് മൂടി ഷോപ്പൊക്കെ അടിച്ചെല്ലാം വരുന്നവരേ ഇങ്ങനെ പോവാ. അപ്പോൾ ഈ പോകുന്ന വഴിക്കൊക്കെ ഈ മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാ അങ്ങനെ ചെല്ലുന്നുണ്ടല്ലോ. അപ്പോൾ ഇത് ഇമാം ഹനഫിയാണ്, ഇവർക്ക് അറിയില്ല. അപ്പോൾ അങ്ങനെ ചെല്ലിക്കൊണ്ട് അവിടെ എത്തിയപ്പോൾ ചോദിച്ചു, നിങ്ങൾ എന്താ ഇങ്ങനെ പോകുള്ളൂ, ഇങ്ങനെ എന്ത് ദിക്റാ ചെല്ലുന്നത് വെച്ചാൽ അത് അസ്തഗ്ഫിറുല്ലാ അങ്ങനെ ഫുൾ ടൈം ചെല്ലുന്നു, ഇയാൾക്ക് അറിഞ്ഞൂടാ. മാലിക് പിന്നെ ഇമാമായിട്ട് പോലും ഇദ്ദേഹത്തിന് ഇത് അറിഞ്ഞൂടാ. അങ്ങനെ പറഞ്ഞാൽ അത് ഞങ്ങൾക്കറിയില്ല, എന്തായാലും അങ്ങനെ ചെല്ലി അസ്തഗ്ഫിറുല്ലാ ചെല്ലി നമ്മൾ വിചാരിച്ച കാര്യമൊക്കെ നടക്കും. അങ്ങനെ ഒരു പതിലുണ്ടോ ഇതിന്? അന്നേരം പറഞ്ഞു, ഞാൻ എന്തല്ലാനോട് ചോദിച്ച അസ്തഗ്ഫിറുല്ലാ ചെല്ലിക്കുന്നത് അതൊക്കെ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ, എന്തിലും ഞാനും അങ്ങനെ ചെല്ലുന്നാണ്. പിന്നെ ഒറ്റ കാര്യം വെച്ച് ബാക്കിയല്ല. അതെന്താ കാര്യം? അത് ഇമാം ഹനഫിനൊന്ന് കാണാൻ എനിക്ക് ഭയങ്കര പൂതിയുണ്ട്, അത് മാത്രം സാധിച്ചില്ല. അന്നേരം ഇയാൾ അവിടെ കെട്ടി പിടിച്ചോണ്ട് അതും അള്ളാഹു സാധിച്ചത് ഞാനാണ് ഹനഫി എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ അതിൽ ഇത്രയും ഒരു വലിയ ഫളില് ഒളിഞ്ഞു കിടപ്പുണ്ടെന്നുള്ള സത്യാവസ്ഥ നമ്മൾ ആരും ശ്രദ്ധിക്കലില്ല. കാരണം അത് എന്താഗ്രഹം ഉണ്ടെങ്കിൽ, അതുകൊണ്ടാണ് മക്കളെ വേണമെങ്കിൽ, വീട് വേണമെങ്കിൽ, പിന്നെ പല വർഗ്ഗങ്ങൾ വേണമെങ്കിൽ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ അസ്തഗ്ഫിറുല്ലാ ഉപയോഗിച്ചോളാൻ പറയുന്നത് അല്ലേ. അത് തന്നെ ഇപ്പം നമ്മുടെ യൂട്യൂബിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളം ഓടിക്കൊണ്ടിരിക്കുന്ന 33 സൂറത്തുൽ ഇഖ്ലാസ് ഓതി, 10 വേറെ ദുആ ഓതി, അങ്ങനെ പല എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സുന്നത്തപ്പെടാത്ത പല കാര്യങ്ങളും ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്നില്ല, ആഗ്രഹങ്ങൾ സഫലീകരിക്കാന്ന് പറയും. പക്ഷെ അതിൻ്റെ പിറകെ ഒന്നും പോകാണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നമുക്ക് അതായത് റഹ്മത്തായിട്ട് റാഹത്തായിട്ട് ഇറക്കി തന്ന പല വചനങ്ങളുണ്ട്. അതിലൊന്നും നമ്മൾ വേണ്ട രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വളരെ വിഷമകരമായ അവസ്ഥ.
പിന്നെ സന്താനങ്ങളിലും സമ്പത്തിലും മനസ്സമാധാനം സംതൃപ്തിയും ലഭിക്കും. അതൊരു ഭയങ്കര കാര്യമല്ല. നമ്മൾ എന്ത് വിചാരിച്ചാൽ നമുക്കൊരു ഒരുപാട് സ്വത്ത് ഉണ്ടാക്കിയിട്ടും കാര്യമല്ല, മനസ്സമാധാനം ഇല്ലെങ്കിൽ പോയല്ലോ അല്ലെ. മനസ്സമാധാനവും സംതൃപ്തിയും ലഭിക്കും. പിന്നെ അവനവൻ്റെ കഴിവുകളെ അള്ളാഹു പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലേ. അപ്പം നമ്മളൊക്കെ തന്നെ ഓരോ ഫീൽഡിൽ ഓരോ എക്സ്പേർട്സ് ആണ് നമ്മൾ അല്ലേ. ചിലർ ഭയങ്കര ബിസിനസ് ചെയ്യും, ചിലർ ഏതെങ്കിലും ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിൽ എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ് അങ്ങനെ. അപ്പം നമ്മുടെ ആ ഫീൽഡിൽ നമ്മളെ കഴിവുകൾ ഡെവലപ്പ് ചെയ്യാൻ, നമ്മൾ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കുറേ പല കാര്യത്തിനും ഓടി നടക്കുന്നതിലും നല്ലത് ഒരുപാട് അസ്താബുറും ഹൃദയം അറിഞ്ഞ് നമ്മുടെ ഓരോ കാര്യത്തിനും വേണ്ടി ചെയ്യുകയാണെങ്കിൽ അതെന്തായാലും സംഭവിക്കുന്ന അർത്ഥം അല്ലേ. അപ്പോൾ ഇതൊരു ഉത്കൃഷ്ടമായ ദിക്റാണ്, ഉത്കൃഷ്ടമായ ദുആ ആണ്, വിനീതമായ അപേക്ഷയാണ് അല്ലേ അള്ളാഹുവിലേക്കില്ലേ. പഠിച്ചവനെ എൻ്റെ പാപങ്ങൾ പുറത്തു തരണേ എന്നുള്ള ഒരു അപേക്ഷയാണ്, ഒരു ഉത്തമമായ ദിക്റാണ്, കാര്യങ്ങൾ സാധിക്കാനുള്ള ഒരു ടെക്നിക്കാണ്. അങ്ങനെ എന്തെല്ലാം ഇതിന് പറയാമോ അതൊക്കെ പറയാം അല്ലേ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു കഥ പറയുന്നുണ്ട്. ഒരു യാത്രാ മധ്യേ ഒരു മനുഷ്യൻ ഇങ്ങനെ യാത്ര ചെയ്യാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒട്ടകവും കുറച്ച് വെള്ളവും ഭക്ഷണം എന്നൊക്കെ, ഒട്ടകപ്പുറത്താണല്ലേ യാത്ര ചെയ്യുക. അങ്ങനെ അയാളൊന്ന് ആ മരച്ചുവട്ടിൽ കിടന്ന് കണ്ണ് മാളിപ്പോൾ ഈ ഒട്ടകം അങ്ങ് മിസ്സായിപ്പോയി. ഒട്ടകം മിസ്സായി എണീച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് ഒന്നും തീരുമാനം കിട്ടുന്നില്ല. കാരണം ഒരു ഷോപ്പില്ല, ബിൽഡിംഗ് ഇല്ല, മരങ്ങളില്ല, ഒരു തണലില്ല, വെള്ളമില്ല, ഭക്ഷണമില്ല, നടന്നൂടാ, നല്ല പതക്കുന്ന കോഴി, എന്താ റബ്ബേ ചെയ്യാന്നുള്ള ബേജാറിലിങ്ങനെ നിൽക്കുമ്പോൾ അയാൾ ഒട്ടകത്തിന് മുമ്പ് കണ്ടപ്പോൾ അയാൾ പറയുന്നുണ്ട്, പഠിച്ചവനെ ഞാൻ നിന്റെ ഉടമയും നീ എൻ്റെ അടിമയും. എന്നുവെച്ചാൽ അയാൾ സന്തോഷം കൊണ്ട് പറഞ്ഞ് തെറ്റിപ്പോയപ്പോൾ എന്നിട്ട് പോലും അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമായി എന്നാ പറയുന്നത്. കാരണം ആ സന്തോഷം അവൻ അങ്ങനെ നീ എൻ്റെ ഉടമ എന്ന് പറയുന്ന അടിമ എന്നായിപ്പോയെങ്കിൽ പോലും അപ്പം അള്ളാഹ്ക്ക് ഒരു അടിമ കേൾപ്പിച്ച് മടങ്ങുന്നത് അതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ അതൊന്നും അള്ളാഹിൻ്റെ ഇഷ്ടങ്ങളൊന്നും കെയർ ചെയ്യാൻ നമ്മൾ ഒരിക്കലും ശ്രദ്ധിക്കാറില്ല അല്ലേ. പിന്നെ ഈ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്നത് ലോകത്തിലെ മുഴുവൻ പ്രവാചകന്മാരും കൽപ്പിക്കപ്പെട്ടതാണ് അല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ മുഴുവൻ പ്രവാചകന്മാരോടും കൽപ്പിക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്കും ജീവിതത്തിലൊരു സുന്നത്തായ ചര്യയായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കൽപ്പിക്കപ്പെടുകയും ചെയ്തു. പിന്നെ ഒരു വല്ലാത്തൊരു ദുആ ഉണ്ട് അല്ലേ, ഇഹവും പരവും ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദുആ. ഏതാണെന്നറിയാം? അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വർസുഖ്നി വആഫിനി. ഈ 4 കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഹവും പരവും ഒരുമിച്ച് കൂടും. എന്നുവെച്ചാൽ നമ്മൾ ഒരുപാട് ദുആകൾ ഡെയിലി നമ്മൾ കുറേ ദുആസ് ചെയ്യുന്നുണ്ടല്ലേ. പക്ഷെ ഓരോ ദുആസിനും ഇൻഡിവിജ്വൽ ഓരോ പേഴ്സൺ, ഓരോ വ്യക്തിക്കും എന്തെല്ലാം ക്വാളിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ദുആകൾക്കും ഭയങ്കര ക്വാളിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ 2 അത്തഹിയ്യാത്തിനിടയിൽ ഇരിക്കുന്ന ആ ദുആ ഉണ്ടല്ലോ, അതിനേക്കാൾ ഒന്നും കൂടെ വലുത് ആ ദുആയും ഇതുപോലെ വളരെ നല്ല ദുആ ആണ് അല്ലേ. അല്ലാഹുമ്മഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. ഇതായത്ത് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ പദവികൾ ഉയർത്താൻ പറയുന്നുണ്ട്. പിന്നെ ആഫിയത്ത് നൽകുവാൻ, റിസ്ക് നൽകുവാൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ദുആ ചെല്ലുമ്പോൾ നിങ്ങൾ സിൻസിയറായിട്ട് മനസ്സിൽ കരുതണം. പഠിച്ചോനെ നമ്മൾ അത്തയ്യാത്തിലേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ഈ ദുആ ചെല്ലും, ഇത് ചെല്ലും കഴിഞ്ഞ് 2ാമത്തെ അത്തയ്യാത്ത് നിർവഹിക്കാം എന്നുള്ള ഒരു ധൃതി വെച്ചിട്ടല്ല, അവിടെ ഒന്നൊന്ന് മനസ്സാന്നിധ്യത്തോടു കൂടി ചെല്ലുവാൻ വേണ്ടി ദുആ ചെയ്യുക. അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു ദുആ ആണെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇസ്തിഗ്ഫാറിനെ കുറിച്ചിട്ട് കുറച്ച് പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പരിശുദ്ധ റമദാനിൻ്റെ അല്ലേ 17-16 രാവ് ഈ ബദർ യുദ്ധത്തിൻ്റെ ദിവസങ്ങളിലാണ്. ഒരു മഹത്തായ സുദിനമാണ്. ഈ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ ഒരു മെമ്മറിയിൽ നിന്ന് ഒരു കാര്യം കൂടി പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ BJP ഗവൺമെൻറ്റിൻ്റെ ഇലക്ഷൻ നടന്ന് ഇലക്ഷൻ വോട്ടെണ്ണൽ അങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കെ 16ാമത്തെ ദിവസം നമ്മൾ തറാവി നമസ്കാരത്തിന് കൈകെട്ടിയപ്പോഴാണ് ഇതിൻ്റെ ഡിക്ലറേഷൻ വരുന്നത്. അവരാണ് ഫുള്ള് ജയിച്ചിട്ടുള്ളതെന്നാണ്. അപ്പം ഇങ്ങനെ കൈകെട്ടിട്ട് അവയ്ക്ക് എത്രയേ വിശ്വാസികൾ ദുആ ചെയ്തത്. അപ്പോൾ എന്നിട്ട് നീ നമ്മുടെ ദുആ കേട്ടില്ലാലോ എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കാം. പക്ഷെ ആക്ച്വലി അതാണ് സംഭവിച്ചത്. BJP ഗവൺമെൻറ് കയറി എന്നല്ലാണ്ട് അവർക്ക് നമ്മളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അല്ലേ. നമ്മളെ അറക്കൽ, ബീഫിന് അറക്കലാവട്ടെ, പള്ളികളാവട്ടെ, ബാങ്കുകളാവട്ടെ, നമ്മളെ ഒരു കർമ്മത്തിന് അവർക്കൊന്നും ചെയ്യാം. പക്ഷെ അവരെ നിയോഗിച്ചു വെച്ചാലും നല്ല മാന്യന്മാരായ മറ്റുള്ള അധികാരികൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അവരെ ഏൽപ്പിച്ച. അല്ലാഹു അതിലും എന്ത് ദാലിക്കും ഖൈറുല്ലക്കും എന്ന് പറഞ്ഞ പോലെ അതും ഒരു ഖൈറായിരിക്കാം. അത് ഇന്നത്തെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തൗബ ഇസ്തിഗ്ഫാറിനെ കുറിച്ചിട്ട് അതിൻ്റെ ഗുണങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, വിശദീകരിച്ചിട്ടില്ല. പക്ഷേ തൗബയെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലേ, തൗബ അതായത് പശ്ചാത്താപം, അതൊരു വേറെ തന്നെ കാറ്റഗറി. അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ തെറ്റ് ചെയ്യാതിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ
ആണുങ്ങളെ കഥ എടുക്കാം. കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ പുറത്ത് പോകുക. അപ്പോൾ അവർ പോകുമ്പോൾ പറഞ്ഞാൽ അവിടെ പോയാൽ നമുക്ക് കള്ളും പെണ്ണൊക്കെ ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ, ആരറിയാൻ നല്ല റിസോർട്ടൊക്കെ കിട്ടാണ്ടെന്നും പറഞ്ഞ് പോവുക. അപ്പോൾ പോകുമ്പോൾ ഒരുത്തം മാറി നിൽക്കുക. ആർക്ക് കിട്ടി, കള്ളും കിട്ടി പെണ്ണും കിട്ടി, ഒരുത്തം മാറി നിൽക്കുക. ഇപ്പം ബാക്കിയുള്ളവരുടെ ഇടയിൽ അങ്ങനത്തെ വയറ്റിൻ്റെ അടുത്തൊക്കെ എത്തിയാൽ മോശമാവും എന്നിട്ട് പറഞ്ഞു ഒരുത്തനുണ്ട്, ഓനെ പേടിച്ച് പോകാൻ മാറി. വേറൊരുത്തം വിചാരിച്ച അള്ളാൻ്റെ CCTV ഫുൾ ടൈം എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്, ഞാനിത് ചെയ്യൂല, എനിക്ക് പേടിയാകുമ്പോൾ വന്നതൊക്കെ നിങ്ങളെ കൂടെ വന്നല്ലാണ്ട് ഞാനിത് നോക്കൂല. അപ്പൊ അതുപോലെ ആത്മാർത്ഥമായിട്ടൊരു തെറ്റിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം. അതായത് സമൂഹത്താവട്ടെ, അതല്ലാത്ത വല്ല തെറ്റുകളും ആവട്ടെ. ഇന്നിപ്പോൾ ഒരു കൗൺസിലർ എന്ന നിലയ്ക്ക് എനിക്ക് ഒരുപാട് വിഷയങ്ങളിൽ ഓരോരുത്തർ സംസാരിക്കുമ്പോൾ ഓരോ വിഷയങ്ങൾ വരുമ്പോൾ അവരൊക്കെ ഹസ്ബൻഡ്മാർ ഫോൺ വീഡിയോസിൽ അഡിക്റ്റഡ് ആണ്. അതല്ലെങ്കിൽ വിവാഹേതര മറ്റ് ബന്ധങ്ങളിൽ ഏതെങ്കിലും പെണ്ണുങ്ങളായിട്ട് ചാറ്റിങ്ങും ഫോട്ടോ അയക്കലും മെസ്സേജിൽ ഒരുപാട് സ്ത്രീകളെ വിഷമങ്ങളാണ്. പക്ഷെ ഇതൊന്നും ചെയ്യുമ്പോൾ ഇവർ വിചാരിക്കുന്നില്ല ഇതൊരു വ്യഭിചാരമാണ്, ഇതൊരു കുറ്റമാണ്, ഡെയിലി ചെയ്യുന്ന കുറ്റമാണ് അല്ലേ, ദിവസേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുറ്റമാണെന്നുള്ള സത്യാവസ്ഥ ആരും മനസ്സിലാക്കുന്നില്ല. അങ്ങനെയൊക്കെ പല 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 തെറ്റുകളും ഡെയിലി നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ തൗബ നമ്മൾ ചെയ്ത് മടങ്ങാൻ വിചാരിച്ചാൽ അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതായത് തൗബ ചെയ്യുകയാണെങ്കിൽ, അപ്പം പണ്ടൊക്കെ തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയൊരു പ്രസംഗം നടക്കുന്ന വയലിൽ നടക്കുന്ന ഇതിൽ മൗലവി പറഞ്ഞു കൊടുക്കും, പെണ്ണുങ്ങൾ ഇങ്ങനെ ഇസ്തിഗ്ഫാറിന്റെ ദുആകൾ ഏറ്റു ചെല്ലും. ആക്ച്വലി തൗബ എന്ന് പറയുന്നത് അങ്ങനെയല്ല. തൗബ ഒറ്റയ്ക്കിരുന്ന് ഏകനായിരുന്ന് തേങ്ങിക്കരഞ്ഞ് ഹൃദയം ഏർപ്പെടുന്ന ഒരു വലിയൊരു ബിസിനസ്സാണ് അതിലെ. ഹൃദയം ഇല്ലെങ്കിൽ തൗബ ഇല്ല അല്ലേ. അപ്പോൾ ഏങ്ങി പറഞ്ഞിട്ട് നമ്മുടെ ഓരോ കുറ്റങ്ങൾ, ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ കുറ്റം ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ പല തെറ്റുകൾ ഇപ്പം നമ്മളടുത്തുണ്ടായിട്ടുണ്ടാവും അല്ലേ. പല 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 വിഷയങ്ങൾ നമ്മളിപ്പോൾ മക്കൾക്കിടയിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു മോനോട് ഇഷ്ടം, ഒരു മോളോട് ഇഷ്ടം, അല്ലെങ്കിൽ ഒരു വയസ്സായ ഉമ്മ ഉണ്ട്, ഇപ്പോൾ ഉമ്മയോട് നമ്മൾ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു, ഭർത്താവ് വേറെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മളങ്ങോട്ട് ചിലപ്പോൾ നല്ല രീതിയിലാവില്ല അപ്രോച്ച് ചെയ്യാൻ, നോമ്പുള്ളത് പോലും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലേ. അങ്ങനെ പല 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 തെറ്റുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഓരോ തെറ്റുകളും നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞ് വളരെ ഖേദപൂർവ്വം അള്ളാഹുവിനോട് ഖേദിച്ച് മടങ്ങുന്നതിനെയാണ് തൗബ എന്ന് പറയുന്നത്. അപ്പൊ അസ്തഗ്ഫിറുല്ലാഹ് നമുക്ക് മനസ്സിലായില്ലേ, അത് നമ്മളൊരു വാക്കിലാണ്, നമ്മൾ ഡെയിലി കുറേ പ്രാവശ്യം ചെല്ലുകയും വേണം. പക്ഷെ തൗബ എന്ന് പറയുന്നത്, ഈ തൗബക്ക് വേണ്ടിയിട്ട് നമ്മൾ 25 ഹറമിൽ വരാനോ ഹജ്ജ് ചെയ്യാനോ ഉംറ ചെയ്യാനോ ഒന്നും കാത്തു നിൽക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ ഒരു തെറ്റ് വന്ന് പോയാൽ അപ്പം തന്നെ നമ്മൾ ഒന്നെടുത്ത് നമസ്കരിക്കൽ ഫർളല്ല. പക്ഷെ എന്നിരുന്നാലും ചെയ്താൽ ഒന്നും കൂടെ ഉത്തമമാണ് അല്ലേ. ഇപ്പൊ നമ്മൾ ബിരിയാണിക്ക് ഓയിലിട്ടും വെളിച്ചെണ്ണ ഇട്ടും ബിരിയാണി വെച്ചാൽ പക്ഷെ നമ്മളതിൽ 2 സ്പൂൺ RK ഒഴിക്കുന്നത് അതിനൊരു മണവും അല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് മൊത്തത്തിലാവുന്നൊരു നന്നായി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ. അപ്പം ഈ തൗബ എന്ന് പറയുന്നത് ഏറ്റവും, അതായത് തെറ്റുകളിൽ നിന്ന് ശരിയിലേക്കുള്ള പ്രയാണം. നമ്മൾ തെറ്റൊക്കെ നിർത്തി ശരിയിലേക്ക് വരാം. ഹറാമിൽ നിന്ന് ഹലാലിലേക്കുള്ള പ്രയാണം അല്ലേ. ഹറാമ് നിർത്തിയിട്ട് നമ്മൾ ഹലാലായി നല്ല മനുഷ്യനാവാൻ പറ്റുക. പാപങ്ങളിൽ നിന്ന് പുണ്യങ്ങളിലേക്കുള്ള യാത്ര. നമ്മൾ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ട്, അതായത് ആ വ്യക്തി ടോട്ടലി മാറാനുള്ള ഒരു ചാൻസാണ് ഇത് തൗബ ചെയ്ത് മടങ്ങൽ. അത് എസ്പെഷ്യലി റമദാനാണെങ്കിൽ അത് അതിൻ്റെ മേലെ പൊന്നും കൂടത്തിന് പൊട്ട് എന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയത് എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹജ്ജാണ് അല്ലേ. ഇപ്പൊ ഹജ്ജ് പൈസ കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഹജ്ജ് ചെയ്യണമെങ്കിൽ അത് റമദാനിൽ തന്നെ ചെയ്യണം. അപ്പൊ നമുക്ക് ഒരുപാട് ഇല്ലേ, പൊന്നും കൂടത്തിന് പൊട്ടല്ല, പൊട്ടിന് മേലെ പൊട്ട് കുത്തിയ പോലാണ് നമുക്ക് ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ചാൻസ്. അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ അത് നല്ലോണം ഒന്ന് യൂസ് ചെയ്യന്നെ വേണം. നമുക്ക് ഹറമിൽ വെച്ച് ദുആ ചെയ്യാം അല്ലേ. ഒറ്റക്കെവിടെങ്കിലും ഒരു മൂലൊക്കെ പോയിരുന്നു കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരുപാട് ചെയ്തിട്ടുണ്ടാവും. ഫ്രണ്ട്സിനോട് ചെയ്തിട്ടുണ്ടാവും, മക്കളോട് ചെയ്തിട്ടുണ്ടാവും, ഭാര്യയോട് ചെയ്തിട്ടുണ്ടാവും, ഭർത്താവിനോട് ചെയ്തിട്ടുണ്ടാവും. എന്തെല്ലാം നമ്മളൊരു തെറ്റിനെ നിസാരവൽക്കരിക്കുന്നതിനോടൊപ്പം അള്ളാഹു അത് വലുതാക്കുന്നു. നമ്മളത് വലിയതാണെന്ന് പറയുന്നതുകൊണ്ടൊക്കെ അള്ളാഹു അത് ചെറുതാക്കിക്കൊണ്ട് അത് ലൈഫാക്കിക്കോളാം, സാരില്ല എന്നുള്ള രീതിയിലേക്ക് അള്ളാഹു കൊണ്ടുവരും. അപ്പം ഇത് രണ്ടിന്റെ കാറ്റഗറി നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ. തൗബ എന്ന് പറഞ്ഞാൽ അതായത് വലിയ പാപങ്ങളാവണമെന്നില്ല, ചെറിയ പാപങ്ങൾ പോലും നമ്മൾ വലുതാക്കിയിട്ട് അതിനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് കരഞ്ഞ് ദുആ ചെയ്യണം. പണ്ടപ്പോഴോ പോയിട്ട് ഏതെങ്കിലും മൊയിലാരടുത്ത് പോയിട്ട് നൂലിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായപ്പോൾ അയാളെ സമീപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ലേഡീസ് ആണല്ലോ, നമുക്ക് എളുപ്പം തോന്നാതാണ്. അങ്ങനെ ചെയ്തിട്ടില്ല ആ വിഷയങ്ങളൊക്കെ എടുത്ത് പറഞ്ഞപ്പോൾ നമ്മൾ അതിനൊന്നും പോടില്ലല്ലേ. ഇപ്പം അള്ളാഹ് തന്നത് അള്ളാഹ് മാറ്റും എന്നുള്ള ഒരു കബൂലായിട്ട് ജീവിക്കാം. അപ്പം അങ്ങനെ കണ്ട നമുക്ക് വന്നിട്ടുള്ള എല്ലാ തെറ്റുകളും എടുത്ത് അതിനാണ് ഈ ഒറ്റയ്ക്കിരുന്ന് പറയാൻ പറയുന്നത്. അത് ഏത് സമയമായിരിക്കും ഉത്തമം? ഏത് സമയമായിരിക്കും? തഹജ്ജുദിന്റെ സമയം അല്ലേ. തഹജ്ജുദിന്റെ സമയത്തിന്റെ ഒരു പ്രത്യേകത എന്താണ്? അതായത് അള്ളാഹു 7ാം ആകാശത്തിൽ നിന്ന് 1ാം ആകാശത്തേക്ക് വീഴുക അല്ലേ.
തതനസ്സലു അലൽ മലായികത്തി റൂഹു, അതായത് അത് 27 രാവിലെ പതില്. ഇതല്ല പിന്നെ ദിവസവും പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല 7 ആകാശത്തിൽ നിന്ന് ഉദിച്ചു മൻ യസ്അലൂനി, ആര് എന്നോട് ചോദിക്കുന്നു അൻഫഅതിയഹു, അവന് ഞാൻ കൊടുക്കും. ആര് എന്നോട് വമൻ അസ്തഗ്ഫിറുനി, ആരെന്നോട് പാപമോചനം തേടുന്നു ഫസ്തഗ്ഫിറുഹു, അവന് ഞാൻ പുറത്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു 7 ആകാശത്തിൽ നിന്ന് താഴോട്ട് വരിക. അപ്പൊ നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കല്ല ദുആ ചെയ്ത കാര്യങ്ങളൊക്കെ സാധിക്കും അല്ലേ? അങ്ങനത്തെ ഒരു നല്ലൊരു സമയത്തായിരിക്കണം നമ്മൾ ഇത് ചെയ്യുന്നത്. അത് വീട്ടിലാവുമ്പോൾ നമുക്ക് നല്ല പ്രൈവസി കിട്ടും. ഇനിയിപ്പോൾ ഹറമിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ആളുകളൊന്നും കൂടാത്ത ഒരൊറ്റക്കുള്ളൊരു സ്പേസിൽ പോയിട്ട് നമ്മൾ പറഞ്ഞ് ദുആ ചെയ്ത് കരഞ്ഞ് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ തൗബ സ്വീകരിക്കും. ആ തൗബ ഞങ്ങൾ സ്വീകരിച്ച് കിട്ടിയ എങ്ങനെ ഉണ്ടാവും? റജക അല്യോമ വലതത്തുഹു, ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയോളം പരിശുദ്ധം. പിന്നെ നമ്മളെ പണ്ട് ചെയ്ത പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞിട്ടിടാം. പക്ഷെ അതിന് വേറെ ഒരു വശങ്ങളുണ്ട് കേട്ടോ. അത് കഴുകി കളഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഖുർആനിൽ ഈ തൗബനെ കുറിച്ചിട്ട് ഇസ്തിഗ്ഫാറിനെ കുറിച്ചിട്ട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടറിയോ? 87 പ്രാവശ്യം ഖുർആനിൽ. പക്ഷെ ഇതൊക്കെ നമ്മൾ വായിച്ചു പോകുന്നുണ്ട്, കേട്ടു പോകുന്നുണ്ട്, ധാരാളം ക്ലാസ്സുകൾ കേൾക്കുന്നുണ്ട്. ഈവൻ എനിക്ക് പോലും പറഞ്ഞ പോലെ ഒരു ഇടക്കിടക്കൊന്ന് തൗബ ചെയ്യണം എന്നുള്ളൊരു മനസ്സ് നമുക്ക് വരുന്നില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കിട്ടിയ ചാൻസ് ഇപ്പോൾ നമ്മൾ തൗബ ചെയ്യാൻ നിൽക്കുമ്പോൾ ഇബ്ലീസ് എന്ത് പറയാം, ഇപ്പം ചെയ്യണ്ടേ, 21 മറ്റന്നാൾ അന്നേരം ചെയ്യാം, അല്ലെ 27 ഉണ്ടല്ലോ, അന്നേരം മൗലവി കരഞ്ഞ് തോർക്കുമ്പോൾ അക്കൂട്ടത്ത് പറഞ്ഞാൽ മതി, ഇമാം തോർക്കല്ല അത് മതി എന്ന് നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തരും. നമ്മൾ ആരും തന്നെ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങിയിട്ട് സ്വർഗത്ത് പ്രവേശിക്കുന്നത് ആർക്കും ഇഷ്ടമില്ല? ഇബ്ലീസിന് ഇഷ്ടമില്ല. ഇവർക്ക് വലിയ താല്പര്യമുള്ള കേസല്ല അല്ലേ? അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, അതായത് കുല്ലു ബനി ആദമു ഹത്താവും, ആദമിന്റെ മക്കളൊക്കെ തന്നെ പാപികളാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തുടക്കത്തിലെ അമ്മനല്ലേ എല്ലാവരും പറയൂ തൗബ ചെയ്യാൻ പറയേ, നമ്മളമ്മാരി തെറ്റൊന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെയല്ല, നമ്മളെല്ലാം പാപികളാണ്. അൽ ഹൈറു ഹത്താവുൻ തവ്വാബുൻ, ഏറ്റവും നല്ല പാപം ചെയ്യുന്നവൻ ആരാന്ന് ചോദിച്ചാൽ തൗബ ചെയ്ത് മടങ്ങുന്നവനായിരിക്കും. അതായത് അതായത് നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നില്ലേ, അള്ളാഹു പുറത്തു തരൂലേ എന്ന് അള്ളാഹ് തന്നെ ചോദിക്കല്ലേ. അള്ളാഹു ഗഫൂറുർ റഹീം. അപ്പം തൗബയും ഇസ്തിഗ്ഫാറും ഇത് രണ്ടും വേറെ കാറ്റഗറി ആണെന്നും, ഇത് സക്കാത്തും സദക്കയും പോലെ അല്ലേ. സക്കാത്ത് എന്ന് പറയുന്നത് അത് വെച്ചാൽ നല്ല ഒരു അടിസ്ഥാനപരമായിട്ട് നമുക്ക് ഇത്ര സ്വത്തുണ്ട്, ഇത്ര പിന്നെ ഗോൾഡ് ഉണ്ട്, ഇത്ര എന്നതുണ്ട്, അത് നിസാബ് ചെയ്യുമ്പോൾ കൊടുക്കുക. അതുപോലെ സർക്കാരിനാണ് നമ്മൾ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഇത് രണ്ടിലും നല്ലൊരു കാറ്റഗറൈസ് ചെയ്ത് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മളെല്ലാവരും തന്നെ പിന്നെ തൗബ ചെയ്യുന്ന കാര്യത്തിൽ വളരെ വീക്കാണെന്ന് വേണം പറയാൻ. അതുകൊണ്ട് ഒരിക്കലും ഒരു സ്വഹാബി ഇതുപോലെ പിന്നെ ഒരു ഉസ്താദിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, മൗലവി ഞാൻ രാത്രി കിടക്കാൻ നേരത്ത് പിന്നെ തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി വെള്ളമൊക്കെ കൊണ്ടുവന്ന നേരത്തെ ഇന്നത്തെ പോലെ പൈപ്പും വെള്ളവും ടാങ്കൊന്നും ഇല്ലല്ലോ കൊണ്ടേക്കണം. പക്ഷെ എനിക്ക് എണീച്ച് നിസ്കരിക്കാൻ കഴിഞ്ഞു, ഒഴിവെടുക്കാൻ പറ്റുന്ന ആരോടാ ചോദിക്കുന്നത്? ഷാഫി ഇമാമാണ് ചോദിക്കുന്നത് പോയിട്ട് അദ്ദേഹത്തിന്റെ ഉസ്താദിനോട്. അന്നേരം ഉസ്താദ് പറഞ്ഞ മറുപടി എന്താണ്? ഷാഫി എല്ലാം തെറ്റ് ചെയ്ത് നടക്കുക, ഷാഫി ഭയങ്കര പുണ്യവാളനും ഒരുപാട് ഹദീസുകളൊക്കെ എഴുതുന്ന ആളൊക്കെ അല്ലേ. അന്നേരം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ള മറുപടി എന്താണെന്നറിയാം? എന്തൊക്കെയോ തെറ്റുകളുണ്ട്, തെറ്റുകളിൽ നിന്ന് വിമുക്തനാവുക. അപ്പോൾ അയാൾ സ്വയം അനലൈസ് ചെയ്യാൻ തുടങ്ങും, ഞാൻ എന്താണ് എനിക്ക് പഠിച്ചവനെ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്നതിൽ എന്തോ പോരായ്മ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് നന്മയിലേക്കുള്ള പാത എന്തായിരിക്കും വളരെ ദൂരമായി പോകും ഇസ്തിഗ്ഫാർ ചെയ്യാൻ. ചിലപ്പോൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമുക്കറിയാമല്ലേ, ഓർണമെന്റ്സ് ഒക്കെ കൊണ്ടുപോയി കൊടുത്താൽ, ജ്വല്ലറി കൊണ്ടുപോയി കൊടുത്താൽ, നമ്മളിപ്പോൾ ഒരു 10-20 വർഷം മുമ്പുള്ള പൊന്നൊക്കെ ആണെങ്കിൽ 18 ക്യാരറ്റാ, അത് കൊണ്ടുപോയി കൊടുത്താൽ പോലെ എടുക്കൂലോ, ഇത് ഒരുക്കി തട്ടട്ടെ, ഇത് അനലൈസറിൽ ഇടട്ടെ എന്ന് വയ്ക്കും. അനലൈസറിൽ ഇട്ട് വന്ന് കഴിഞ്ഞാൽ അത് ഇതിൽ 20% പിന്നെ ചെമ്പുണ്ട്, ഇത്ര പിച്ചളുണ്ട്, ഇത്ര മറ്റേതുണ്ട്, ഇത്ര അലൂമിനിയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് വളരെ കുറച്ച് പൈസ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഒരു അനലൈസറാണ്. അള്ളാഹുവിൻ്റെ അടുത്ത് പോയാൽ നമുക്കവിടെ നമ്മുടെ പാപങ്ങൾ ഇട്ട് തൂക്കി നോക്കുമ്പോൾ വരികയെന്ന് അറിയുന്നില്ലേ. പിന്നെ അതിനുള്ള കണ്ടീഷൻസ്, തൗബക്ക് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്, അത് പാലിച്ചാൽ മാത്രമേ തൗബയാവുകയുള്ളൂ. ഒന്ന്, തെറ്റിൽ നിന്ന് പൂർണ്ണമായിട്ട് വിമുക്തനാവണം. ഇപ്പോൾ ഉദാഹരണമായിട്ടൊരു ഡ്രഗ് കുടിക്കുന്ന ഒരാളാണ് വിചാരിച്ചത്. അപ്പോൾ അയാൾ അത് മാറ്റി നിർത്തി, കുടി നിർത്താൻ നിൽക്കാം. അപ്പോൾ അയാൾ എന്താക്കണം? അതിൽ നിന്ന് കംപ്ലീറ്റ് വിട്ട് നിൽക്കണം. അല്ല ഇന്നൊരു ദിവസം കുടിച്ച് നാളെ ഒരാഴ്ച നോമ്പ് മുഴുവൻ നിർത്തി, പിന്നെ അങ്ങനെയല്ല, അത് പറ്റില്ല. അതിൽ തൗബന്റെ കണ്ടീഷനിലേ പെടില്ല. നമ്മളത് പരിപൂർണമായിട്ട് മാറി നിൽക്കണം. തെറ്റ് ഇത് കൊണ്ടിരിക്കുമ്പോൾ പശ്ചാത്താപത്തിന് അവിടെ ഒരു പ്രസക്തി ഇല്ല അല്ലേ. ഒരു നല്ല നിസ്കരിക്കുന്ന ഒരു മനുഷ്യനാണ്, രാത്രി പോയി ലക്ഷം കുടിച്ചു വന്നു, അപ്പോൾ അവൻ്റെ ഈമാൻ അവിടെ ഇല്ല. നിസ്കരിച്ചിട്ടും തർക്കം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഈമാൻ ക്ഷയിക്കുമ്പോഴാണ് ഇങ്ങനത്തെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ തോന്നുക അല്ലേ.
പിന്നെ അള്ളാഹുവിനെ പേടിച്ചോ. ജനങ്ങൾ ഇപ്പൊ നമ്മളെ ഓഫീസിലുള്ളവർ അറിഞ്ഞാൽ മോശമാണ്. ഇപ്പൊ കക്കാനുള്ള ഒരു ചാൻസ് കിട്ടി. ഓഫീസിലെ എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു ഷോപ്പിലെല്ലാം ഇപ്പൊ അത് ആൾക്കാരറിഞ്ഞാൽ മോശമാണെന്ന് വിചാരിച്ച് കട്ടിട്ടില്ല. പക്ഷെ അവിടെ ഒരു ഇസ്തിഗ്ഫാറിന് അല്ല, തൗബക്കൊരു കാരണമില്ല. ഞാൻ അള്ളാഹു കാണും, അള്ളാഹിന്റെ CCTV ഫുൾ ടൈം എന്നെ വാച്ച് ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു പേടി നമുക്ക് എപ്പോഴും വേണം. പിന്നെ ഇപ്പോൾ പാപം ഉപേക്ഷിക്കുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്യണം. പലർക്കും ഉള്ളൊരു വിശ്വാസം, നമ്മൾ പല കാര്യത്തിനും കളവ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം എളുപ്പമാവും, സ്മൂത്താവും, പെട്ടെന്ന് നടക്കും. പക്ഷെ ആക്ച്വലി അങ്ങനെയല്ല. സത്യം പറഞ്ഞിട്ട് അത് ലേശം വൈകിയാൽ ഇപ്പം നമ്മൾ ട്രാഫിക് ബോർഡിലൊക്കെ കാണല്ലേ, അതായത് തിരക്കിട്ടോടുന്നത് നിങ്ങൾ മരണത്തിലേക്കായിരിക്കും, സാവധാനം പോകുക, നിങ്ങളെ ഉദ്ദേശിച്ച സ്ഥലത്തെത്തുന്നു, ട്രാഫിക്കിൽ ബോർഡ് വെച്ച് കാണും. അതുപോലെ നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ പറയാം. സത്യം പറയാൻ പറ്റിയിട്ടില്ല പറയാണ്ടിരിക്കുക, അതാണ് നല്ലത്. ചില സ്ഥലത്തൊന്നും സത്യം പറയാൻ പറ്റൂല, അങ്ങനത്തെ ഇതിൽ പറയാണ്ട് നിൽക്കുക. എന്നിരുന്നാൽ പോലും നമ്മുടെ വായിന്ന് ഒരു കളവ്, നമ്മളിപ്പോൾ റമദാനായിട്ട് എത്രയോ കളവ് ഉപേക്ഷിച്ചില്ലേ, പക്ഷെ ലൈഫൊന്നും തന്നെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. പിന്നെ ആ തെറ്റുകളിലേക്ക് ഒരിക്കലും മടങ്ങുകയില്ല എന്നും കൂടെ നമ്മൾ എന്താക്കണം, നിയ്യത്ത് ചെയ്യണം. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഫോൺ വീഡിയോസ് കാണുന്നവരുണ്ട്, അന്യ പെണ്ണുങ്ങളായിട്ട് അന്യ ആണുങ്ങളായിട്ട് ചാറ്റ് ചെയ്യുന്നത്. അതൊരു തമാശയല്ല, നമ്മൾ വേറെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ആ തമാശ ഒരു വ്യഭിചാരത്തിൻ്റെ ലിസ്റ്റിലാണ് പെടുക എന്നുള്ളത് നമ്മളിൽ എത്ര പേർക്കറിയാം അല്ലേ? അന്യ പുരുഷനായിട്ട് ഒറ്റക്കൊരു സമയത്ത് ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു വ്യഭിചാരത്തിലാണ് പെടുക. പിന്നെ ആ തീരുമാനങ്ങളെല്ലാം തന്നെ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം, അള്ളാഹുവിന് ഇഖ്ലാസോട് കൂടി ആയിരിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോഴേ തൗബ സ്വീകരിക്കുകയുള്ളൂ. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ തൗബ ചെയ്യണമെങ്കിൽ നമ്മൾ പലരും ഇപ്പോൾ എത്തി മക്കളെ കാര്യം അല്ലെങ്കിൽ അനാഥ മക്കളെ ഒരു സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചോളൂ. മക്കളെ പിന്നെ മോളെ കുട്ടികളതോ അല്ലെങ്കിൽ മോൻ്റെ കുട്ടികളതോ വേറെ ഏതെങ്കിലും. അപ്പോൾ അവിടെ വലിയ മാനേജറായിട്ട് നിന്ന് എല്ലാം ചെയ്യുമ്പോൾ ഓലെ പൈസ എല്ലാ മാസവും ഞാൻ അങ്ങനെ എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് കൊടുത്ത് ഒഴിവാക്കാണ്ട് തൊബ ചെയ്താൽ തൊബ സ്വീകരിക്കില്ല. ആർക്കെങ്കിലും കടം കൊടുക്കാണ്ടെന്ന് അവിടെയും സ്വീകരിക്കില്ല. ആരെങ്കിലും പറ്റിച്ച മുതൽ എന്നോട് കൂട്ടി വെച്ചോ അവിടെയും സ്വീകരിക്കില്ല. അപ്പം എന്താക്കണം, നമ്മൾ പറ്റിച്ചതായിട്ടുള്ളത് അവരോട് പറയണം. ഞാനിങ്ങനെ നിങ്ങളെ ബിസിനസ്സും കാര്യമൊക്കെ നടത്തിയ സമയത്ത് കുറേ നിങ്ങളിൽ നിന്ന് ഞാൻ എടുത്ത് പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് കയ്യിൽ നിന്ന് ഞാൻ തിരിച്ചു തരും, അല്ലാത്ത നിങ്ങൾ പുറത്ത് തരണം. കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഉണ്ടെങ്കിൽ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് തന്നെ കൊടുക്കണം. തീർച്ചയായിട്ടും കൊടുത്ത് കൊടുത്ത് ഒഴിവാക്കണം. അതല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞ് പൊരുത്തപ്പെടിപ്പിച്ചിട്ട് വേണം തൗബ ചെയ്യാൻ. അതുപോലെ ഇപ്പം നമ്മൾ മറ്റുള്ളവരായിട്ട് പിന്നെ കുറ്റം പറയുന്ന വിഷയത്തിലായി നമ്മൾ പെണ്ണുങ്ങളെ ഏറ്റവും മുമ്പിലാണ് അല്ലേ, പലരായിട്ട്. അപ്പം നമ്മൾ മാക്സിമം പെണ്ണുങ്ങളായതുകൊണ്ട് തന്നെ നമ്മൾ നാവിനെ ശ്രദ്ധിച്ച 2 കാര്യങ്ങളാണ് നബി അലൈഹി പറഞ്ഞു. നിങ്ങളുടെ 2 തുടകൾക്കിടയിലുള്ള 2 ചുണ്ടുകൾക്കിടയിലുള്ള 2 സാധനങ്ങൾ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ. അതിലിപ്പോൾ നമ്മൾ സേഫാണ്, പക്ഷെ നമ്മൾ നാവിനെ നമുക്ക് സേഫാക്കാൻ പറ്റില്ല. എന്തെങ്കിലും കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു മറുപടി എന്നെങ്കിൽ അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞു പോകും. അപ്പം മാക്സിമം ഇനി മേലിൽ അങ്ങനെ പറയില്ല എന്ന് തന്നെ തീരുമാനിക്കുക അല്ലേ. ഇപ്പോൾ ഒരാളിപ്പോൾ ഇന്ന് ക്ലാസ്സിൽ വരാൻ പറ്റും, ഇപ്പോൾ കുറച്ചാൾ വന്നില്ലാലോ, ഓലെന്താ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ചോദിക്കുമ്പോൾ നമ്മളറിയാം ഓലല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് പറയുന്നവരോട് ഓലല്ലേ അങ്ങനെ തന്നെ അങ്ങനത്തേനൊന്നും വിളിച്ചാൽ മതി, അത് പറയണ്ട. അവർ ചിലപ്പോൾ ക്ഷീണമായിട്ട് കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഒരു ക്ലാസ് കേൾക്കാൻ എന്തോ ആയിക്കോട്ടെ അല്ലേ, അത് ഓരോ അല്ലായിട്ട് തീരുമാനിച്ചു നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം അങ്ങനെ നമ്മൾ എവിടെ ഇങ്ങനെ 4 ആൾ കൂടുന്ന ഒരു ടോക്ക് വരുമ്പോഴും നമ്മൾ വേറൊരാളെ കൊണ്ട് കുറ്റം പറയുന്നു തോന്നിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ എന്താക്കണം, അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക. അപ്പോൾ നമ്മളെ കുറ്റങ്ങൾ മാക്സിമം കുറഞ്ഞു കിട്ടാൻ സാധിക്കും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസുഹ, അതായത് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങൂ. അസാ റബ്ബുക്കും യുകഫിറ അൻകും സയ്യ, നിങ്ങളുടെ തെറ്റുകൾ അള്ളാഹു പുറത്തു തന്നേക്കാം അല്ലേ. അപ്പോൾ യുദ്ഖിലക്കും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്വാരത്ത് കൂടി അരുവികൾ ഒഴുകുന്ന പൂന്തോപ്പിലല്ലേ. നമ്മളിപ്പം വിചാരിക്കും ഇതൊക്കെ കഴിഞ്ഞ് പോയിട്ട് ഇപ്പോൾ സ്വർഗത്തിലില്ലേ, സ്വർഗത്തിൽ കിട്ടുന്നതിനെ കുറിച്ച് നമ്മൾ ഒട്ടും ചിന്തിക്കുന്നേ ഇല്ല. ശരിക്കും ഇപ്പോൾ മോഡേൺ സയൻസ് എന്ന് പറഞ്ഞു വെച്ചാൽ രാത്രി കിടക്കാൻ നേരം നമ്മൾ എന്താണോ ആവേണ്ടത് അത് ചിന്തിക്കാൻ. നമ്മളിപ്പോൾ ഒരു ഡോക്ടർ ആവാൻ കുട്ടി നമ്മൾ മെഡിസിന് എൻട്രൻസ് കോച്ചിങ് ചേർത്ത് കഴിഞ്ഞാൽ കുട്ടി അത് സ്റ്റെതസ്കോപ്പ് എടുക്കുന്നു, ആളെ പരിശോധിക്കുന്നു, ഇഞ്ചക്ട് ചെയ്യുന്നു, വാർഡിലേക്ക് മാറ്റുന്നു, അത് സ്വപ്നം കാണാൻ. അതുപോലെ നമ്മൾ എന്താക്കണം, സ്വർഗത്തെക്കുറിച്ച് ധാരാളമായിട്ട് സ്വപ്നങ്ങൾ കാണാൻ, സ്വർഗത്തിൻ്റെ അനുഭൂതികൾക്ക് വേണ്ടിയിട്ട് നമ്മളെ മനസ്സ് ദാഹിക്കണം. അപ്പോഴേ നമ്മൾ അങ്ങോട്ട് എത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാനുള്ള ഒരു പ്രേരണ നമുക്കുണ്ട്. നമ്മളൊന്നും അത് ചിന്തിക്കുന്നില്ല അല്ലേ. നമ്മൾ സ്വർഗത്തിനെ കുറിച്ച് ചിന്തിക്കില്ല. പണ്ടൊക്കെ ഞാൻ ഗ്രൂപ്പ് തുടങ്ങിയ കാലത്ത് കുറേ നല്ല വീഡിയോസ് ഇട്ട് ഞാൻ പറയും ഇതൊക്കെ കിട്ടിയിട്ടില്ല, നല്ല ഓർണമെന്റ്സും കാര്യങ്ങളല്ലേ. എന്തൊക്കെ ഓർണമെന്റ്സാ
ചിന്തിക്കണം. അപ്പൊ ഞാൻ പറയും നല്ല ഡ്രസ്സ്, ഞാൻ പറയും നമ്മളെ കല്യാണത്തിനൊന്നും ഇങ്ങനത്തെ ഒരു ഡ്രസ്സും ഉണ്ടായിട്ടില്ല, ഇനിയിപ്പോ സ്വർഗത്ത് പോയി കഴിക്കുമ്പോൾ ഇത്ര നല്ല ഡ്രസ്സൊക്കെ തരാൻ പറയണം അള്ളാനോടൊന്നൊക്കെ തമാശ പറയുമ്പോൾ ആളൊക്കെ അതൊരു തമാശ ആയിട്ടെത്തും. പക്ഷെ നമ്മൾ സ്വർഗത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് ഇപ്പൊ നമ്മൾ പൊന്നിടുന്നില്ല, അത് വേറെ കാര്യം, സക്കാത്ത് മാസം കൊല്ലം കൊടുക്കണ്ടേ. പക്ഷെ അവിടെ കിട്ടുന്നെങ്കിൽ നമ്മൾ കിട്ടൂടെ, എല്ലാം അനുവദിച്ചപ്പെട്ടല്ലേ, കള്ളും പൊന്നും പെണ്ണും എല്ലാം അലാല. അപ്പൊ നമ്മൾ എന്തിനാ അതിനെ കുറിച്ച് ആഗ്രഹിക്കണം. രാത്രി കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തോട് വർത്താനം പറയുന്നതും ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കുന്നതും സിറാത്ത് പാലത്തിൽ എടുത്തുമ്പോൾ ബാക്കിയുള്ളവർ ഇങ്ങനെ ഞെക്കി ഞെരുങ്ങി വരുമ്പോൾ നമ്മളിത് ഓടിപ്പോകുന്നു, അങ്ങനെയൊക്കെ കാണും. എന്നിട്ട് അള്ളാഹിനോട് ചോദിക്കാം, അവ ഞാൻ പ്രതീക്ഷിക്കുന്നു റബ്ബേ, നീ എന്നെ സ്വർഗത്തിലാക്കണേ റബ്ബേ, എനിക്ക് സിറാത്ത് പാലം കടത്തി തരണേ റബ്ബേ. സിറാത്ത് പാലത്തിന്റെ ഒരു വാസലിൽ ഓടിച്ചോനെ അത് കേട്ടു നോക്കിയാൽ എത്രയോ കൊല്ലങ്ങൾ അവിടെ കിടന്ന് നിരങ്ങണോ അല്ലേ, കണ്ണ് കാണൂല, കൂരി ഇത്. പിന്നെ പാലത്തിലാണെങ്കിൽ ഭയങ്കര വഴുവഴുപ്പ്. പിന്നെ നമ്മളെ ഈ തെങ്ങ് മുറിക്കുന്ന ഈർച്ചവാളില്ല, അത് കാണാത്തോലുണ്ടാവില്ല, അല്ല അതായിരിക്കുമല്ലോ അതിന്റെ അറ്റം സിക്സാഗ് പോലെ. അപ്പൊ നമുക്ക് കടക്കാൻ പറ്റൂല, അങ്ങനത്തെ ഇതാണ് എന്ത് സിറാത്ത് പാലം. അപ്പൊ സിറാത്ത് പാലത്ത് കൊണ്ടൊക്കെ എത്രയും വേഗത്തിൽ കടത്തി കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെപ്പോഴും ദുആ ചെയ്യണം. പിന്നെ വല്ലവനും അക്രമം ചെയ്ത ശേഷം വമൻ താപമിൻ ബാദി ദുൽമി, എന്തെങ്കിലും അക്രമം ചെയ്ത ആരെങ്കിലും വന്നു. ഇപ്പൊ ഈ ഒരു അഫ്നാൻ എന്ന് പറഞ്ഞൊരു കൊലപാതക കുട്ടിയായിട്ട് പ്രശ്നമായിട്ട് നാട്ടുകാർ മുഴുവൻ ആ കുട്ടീനെ ഫോക്കസ് ചെയ്യുന്നില്ല. പക്ഷെ ഈ കുട്ടിക്ക് അല്ല പുറത്തു കൊടുക്കോ അവള് പറയും, പുറത്തു കൊടുക്കോ? ഓനെ അല്ല പുറത്തു കൊടുക്കും. ഇവിടുത്തെ ഗവൺമെന്റും ആൾക്കാരും ഓനെ നിർത്തിയില്ല, അവനെ പറയലും നിർത്തൂല, പുറത്തു കൊടുക്കൂല അല്ലെ, അള്ളാഹ് പുറത്തു കൊടുക്കും. പക്ഷെ അതിന് 5-6 ആളെ മാത്രമേ കൊന്നിട്ടുള്ളൂ അല്ലേ. ഒരിക്കലും ഒരു മനുഷ്യൻ 99 ആളെ കൊന്ന് 99 ആളെ കൊണ്ടുവന്ന് വാളുമായിട്ട് നടക്കുക. എനിക്ക് പശ്ചാത്താപമുണ്ടോ, എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റും. അപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ആബിദും ആലിമും. ആലിം എന്ന് പറഞ്ഞാൽ നല്ല വിവരമുള്ള മനുഷ്യൻ, ആബിദ് എന്ന് പറഞ്ഞാൽ കുറെ ഇബാദത്ത് ചെയ്യും പക്ഷെ വിവരം കുറവാ, അങ്ങനത്തെ മനുഷ്യൻ. അങ്ങനെ അയാൾ എത്തുന്നത് ആബിദിന്റെ അടുത്താണ്, ഒരുപാട് നിസ്കരിക്കുന്ന ആളെത്താം. അപ്പൊ അയാൾ ഇങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ 1 ലക്ഷം ഇല്ല, അത് പറഞ്ഞ അയാളെ കിട്ടും 100,000. പിന്നെ ഇങ്ങനെ പോവാ, വാളും പിടിച്ച് എനിക്ക് സ്വർഗത്തെ എനിക്ക് പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുക. അപ്പോൾ അലിമ് പറഞ്ഞ് സ്വീകരിക്കും, അള്ളാഹു എന്തായാലും സ്വീകരിക്കും. 100 ആളെ കൊന്നത് വിഷയമല്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് വിട്ടു നിൽക്കണം. ഇനി ഒരാളെ ഞാൻ കൊല്ലൂല, വാൾ ഉപേക്ഷിക്കുന്നതാണ്, വാൾ ഉപേക്ഷിച്ച് ഇനി ആ സ്ഥലത്ത് നിങ്ങൾ മാറണം. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ ഈ അഫ്നാൻ എന്ന കുട്ടിന്റെ ഫാമിലി സിറ്റുവേഷൻ ബാക്ക്ഗ്രൗണ്ടാണ് ആ കുട്ടിയെ അതിലേക്ക് നയിച്ചെന്ന് പറയുന്നത്. അള്ളാഹു അല്ല നമുക്കറിയില്ല, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇയാള് ഈ കൊല്ലാൻ സാധ്യമായ ആ സ്ഥലത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് അറിയുന്നത്. അങ്ങനെ അവിടുന്ന് മാറി നിന്ന് പോണ വഴിക്കാണ് ഇയാൾ മരിക്കുന്നത്. പോണ വഴിക്ക് ഇയാൾ അങ്ങോട്ട് എത്തിയിട്ടില്ല, വേറെ ഒരു ഉദ്ദേശിച്ച സ്ഥലം പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല. അപ്പൊ മരിച്ചപ്പോൾ റഹമത്തിന്റെ മലക്കുകൾ ഇറങ്ങി, നരകത്തിന്റെ മലക്കുകൾ ഇറങ്ങി. അവർ പറഞ്ഞു നമുക്ക് വേണം, ഇയാൾ 100 ആളെ കൊന്ന ഇയാൾ നരകത്തിന്, എനിക്ക് വേണം. നരകം ഇങ്ങനെയാണല്ലോ, എത്ര കിട്ടിയാലും ആർത്തിയ. അന്നേരം പറഞ്ഞു പറ്റൂല. അപ്പൊ മലക്ക് വന്നു, അള്ളാഹു മലക്കുകൾ അയച്ചിട്ട് പറഞ്ഞിട്ട് ഒന്ന് സ്ഥലം അളക്കാൻ പറഞ്ഞു. അപ്പൊ എന്തോ ഒരു ലേശം ഇഞ്ചിന് വ്യത്യാസം അയാൾ തൗബ ചെയ്ത് ആ സ്ഥലത്തേക്കായിപ്പോയി, നരകത്തിന്റെ അടുത്തേക്ക് വലിയ അയാൾ എത്തില്ല. അയാൾ കഴിച്ചലാവുന്നെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്തെന്നെ തെറ്റ് ചെയ്താലും, ഒരുപാട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ പറയാൻ പറ്റാത്ത, പുറത്ത് പറയാൻ പറ്റാത്ത തെറ്റായിരിക്കും അല്ലേ, അത് ആരോടും പറയാനും പാടില്ല. പുറത്ത് പറ്റാത്ത തെറ്റ് ചിലരൊക്കെ കാണാൻ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി തന്നെ എല്ലാം വിളമ്പുന്നു. അതിന്റെ ആവശ്യമില്ല. കേവലത്തിൽ മൗലവി എപ്പോഴും പറയും നമ്മളെ രഹസ്യങ്ങൾ എപ്പോഴും രഹസ്യമായിട്ട് തന്നെ ഇരിക്കണം, പറയാൻ പറ്റുന്നത് പറഞ്ഞു, ആരോടും, ഉമ്മനോടും ഉപ്പനോടും ഭർത്താവിനോടും ആരോടും. അപ്പോൾ അങ്ങനെയുള്ള കുറ്റങ്ങൾ വല്ലതും നിങ്ങൾ ചെയ്തെങ്കിൽ പിറ്റേ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തോളി. നിങ്ങൾ ഏറ്റവും ഉത്തമമായ സുഹൃത്തിനോട് പോലും പറയുന്നത് അള്ളാഹ്ക്ക് ഇഷ്ടമില്ല. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ നമ്മളൊക്കെ ഉള്ളിൽ ചെറുപ്പത്തിലും ഇപ്പോൾ വലുതായിട്ടൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ വേറൊരാളോട് പറയരുത്, അള്ളാഹ് പൂർത്തിവെക്കും. അങ്ങനെ നമ്മൾ പിന്നെ തൗബ ചെയ്ത് മടിഞ്ഞൊരു വ്യക്തിയാണ് അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണല്ലോ. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു വിളിക്കും. നമ്മളെ പേഴ്സണലി ഓരോരുത്തരെയും വിളിക്കുകയല്ല വിചാരണയ്ക്ക്. അപ്പോൾ ഞാനെപ്പോഴും പലപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യം, പഠിച്ചോനെ റബ്ബേ, ഇപ്പം തന്നെ ദുനിയാവിലുള്ള മനുഷ്യന്മാരെ പേരും എന്താ ഡ്രസ്സും നമ്മളെ കൂടാനും ആൾക്കാരുണ്ടല്ലോ. നമുക്കൊരു അമേരിക്കൻ പ്രസിഡന്റിനെ അറിയാം, അവിടുത്തെ സൽമാൻ പിന്നെ ഭരണാധികാരിനെ അറിയാം, ഇന്ത്യൻ പ്രസിഡന്റ്, അങ്ങനെ കുറച്ചാളല്ലേ നമുക്ക് അറിയുള്ളൂ, വലിയ ആൾക്കാർ. ബാക്കിയുള്ളവരൊന്നും നമുക്ക് അറിയില്ല. പക്ഷെ ഈ അള്ളാഹ് എന്ന് പറയുന്നത് ഈ ജനങ്ങളെ മുഴുവനും അള്ളാഹ് ഏറ്റവും ടൈമിൽ ഒരുപാട് വിചാരണ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഉണ്ടാവും, അല്ലാണ്ട് അങ്ങനെ സംഭവിക്കില്ലല്ലോ, വിചാരണ ചെയ്യണം. അപ്പോൾ അള്ളാഹ് വിളിച്ചിട്ട് ചോദിക്കും പോലെ, പിന്നെ എൻ്റെ റെക്കാർഡ് നോക്കി ഇപ്പോൾ ഇതൊക്കെ ഈ ചെയ്ത തെറ്റാണ്, ഇത് ഈ ചെയ്ത ശരി, ഇതൊക്കെ ഞാൻ എനിക്ക് കാട്ടിക്കൊടുക്കട്ടെ. എന്നെ കാട്ടിക്കൊടുക്കല, എന്നെ അവളെ മസാലാക്കല്ല, ഞാൻ കാട്ടിക്കൊടുക്കുന്നില്ല. അപ്പോൾ അള്ളാഹു ഇതിൻ്റെ മുമ്പ് അയാൾ ഇസ്തിഗ്ഫാർ ചെയ്തിട്ട് അത് മായ്ച്ചിട്ടില്ല, ഡിലീറ്റ് ചെയ്തില്ല, അവിടെ വെച്ചതാ.
എന്നിട്ട് ഇവൻ്റെ മുമ്പിൽ വെച്ചിട്ട് അയാൾ പറയും സ്വർഗത്തിലേക്ക് പൊയ്ക്കോളാൻ പറയും. അപ്പം ആ മനുഷ്യൻ കരുന്നൊരു കരച്ചിലുണ്ടല്ലോ, അയാൾക്കതൊരു നിസ്കരിക്കാനും കഴിയില്ല, അൽഹംദുലില്ലാ പറയാനും പറ്റൂല, എന്താ ചെയ്യാന്ന് വെച്ചു. കാരണം ഇത്രയും തെറ്റുകളല്ല പുറത്ത് തന്നിട്ടില്ലെങ്കിൽ ഈ കാണുന്ന നരകവും കാണുന്നുണ്ട് അയാൾ അല്ലേ, നരകം കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ, നരകവും കാണുന്ന പഠിച്ചോനെ ഇനി എനിക്ക് പുറത്ത് തന്നല്ലോ എന്നുള്ള സന്തോഷത്തിൽ നമ്മൾ കൈബ കാണുമ്പോൾ കരയും പോലെ അയാൾ കരയും പോലെ എന്നിട്ട് ആൾ സ്വർഗത്ത് പോകാൻ പറയും. അപ്പം അതുകൊണ്ട് എത്ര പാപങ്ങളുണ്ടെങ്കിലും എന്ത് പാപങ്ങളുണ്ടെങ്കിലും അത് പൊറുക്കപ്പെടാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്ത് കരഞ്ഞ് ദുആ ചെയ്താൽ എന്തായാലും സ്വീകരിക്കും. ഇപ്പം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ദുആ ചെയ്യാനൊന്നും പോകണ്ട, ഹറമിൽ പോയിട്ട് ചെയ്തു. ഇപ്പം രാത്രി നമ്മളൊക്കെ രാത്രി 8-ക്ക് ശേഷമൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ദുആ സ്വീകരിക്കുന്ന സമയം അല്ലെ, ബൈനൽ ഇഖാമത്തി വല്ലതായി ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള ദുആ സ്വീകാര്യമാണ്, ഫർള് നമസ്കാരത്തിലെ ദുആ സ്വീകാര്യമാണ്. അങ്ങനെ ഏത് സമയമാണോ അഫ്ളൽ ആ സമയത്ത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ട് ദുആ ചെയ്യാം. പിന്നെ ദിവസവും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കാൻ വേണ്ടിയിട്ട് നേരം മലക്കുകളെ നിയോഗിക്കുന്നുണ്ട് അല്ലേ. രാവിലെ ചെയ്ത തെറ്റുകൾ സുബഹിക്ക് ശേഷം ഒരു പറ്റം മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. അതുപോലെ തന്നെ മഗ്‌രിബിന് ശേഷവും ഇറങ്ങി വരിക. ഇവർ തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. അപ്പോൾ സുബഹിക്ക് ശേഷം അവിടെ ഇരുന്ന് ഓതി നിസ്കരിച്ച് ചില പെണ്ണുങ്ങളൊക്കെ പറഞ്ഞേക്കാം സുബഹി കഴിഞ്ഞാൽ എന്താണെന്നറിയില്ല ഭയങ്കര ക്ഷീണം, നമ്മൾ കിടന്നുറങ്ങി. റഹ്മത്ത് ഇറങ്ങുന്ന സമയമാണ്, ഒരു കാരണവശാലും അന്നേരം ഉറങ്ങരുത്. ആ റഹ്മത്ത് നമുക്ക് വാങ്ങണം. മാത്രമല്ല 2 പാർട്ടീസ് തമ്മിൽ കണ്ടുമുട്ടും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന മലക്കുകൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. ഓലെന്താണ് നമ്മളെന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി വരിക. മറ്റോലെ നമ്മൾ ചെയ്തത് എഴുതി കൊണ്ടുപോകണമല്ല. അപ്പം ചോദിക്കും നിങ്ങൾ എൻ്റെ മാളിയക്കലുള്ള ഫാത്തിമ എന്താക്കാണ്, മറ്റേ പോലെയുള്ള ആയിഷ എന്താക്കാന്നൊക്കെ ചോദിക്കുമ്പോൾ ഓളവിടെ തന്നെ. ഞാൻ നേരത്തെ സുബഹിക്ക് തലേന്ന് മഗ്‌രിബിന് വരുമ്പോഴും ഓള് സ്കാരപ്പായി തന്നെ ദിക്റെടുത്തിരിക്കുകയാണ്, മഗ്‌രിബിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ സുബഹി കഴിഞ്ഞിട്ട് ഇശ്റാഖിനെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പേരിൽ അവിടെ റെക്കോർഡ് രേഖപ്പെടുത്തി വെച്ചില്ലേ. അപ്പോൾ 2 നേരം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടേ ഇരിക്കുക. എന്നിട്ട് അവിടെ തിരിച്ച് ചോദിക്കില്ല എന്നെ വീട്ടിലുള്ള ആ ഫാത്തിമല്ലേ ആ ആയിഷല്ലേ ഇവളെന്താക്കുക അള്ളാഹ്ക്ക് അറിയില്ലേ നമ്മളെന്താ ചെയ്യുന്നത്, നമ്മൾ സ്കാരപ്പായിലാണോ അതോ കിടന്നുറങ്ങുകയാണോ, നമ്മൾ അടുക്കളയിൽ ഇഡ്ഡലി ഉണ്ടാക്കുകയാണോ എന്നൊക്കെ അള്ളാഹ്ക്ക് അറിയാം. പക്ഷെ ഞാനും ചോദിക്കും. അന്നേരം മലക്കൾ പറയല്ലോ ഓള് പിന്നെ എങ്ങനെ ദിക്റിലും ദ്വാലൊക്കെ ഇരിക്കുകയാണ് ഓളല്ലെങ്കിൽ പിന്നെ ക്ലാസ് കേട്ടിരിക്കുക അല്ലെങ്കിൽ ഓതിരിക്കുകയെന്ന് പറയുമ്പോൾ ഓളല്ലേ സ്വർഗവും നരകമൊക്കെ കണ്ടിക്കണം. അന്നേരം പിന്നെ മലക്കൾ പറയേ ഒരു സ്വർഗവും നരകവും ഇങ്ങനെയാണ് ഇപ്പോൾ സ്വർഗവും നരകമൊക്കെ കണ്ടപ്പോഴേ ഇങ്ങനെ നിസ്കരിക്കുമെന്ന് പറയുമല്ലോ. മലക്കളെ കളിയാക്കി ചോദിക്കുന്ന കാരണം പിന്നെ മലക്കുകളോട് മനുഷ്യന്മാരെ ഭൂമിയിലേക്ക് ഇറക്കട്ടെ എന്ന് നോക്കുമ്പോൾ അള്ളാഹിനോട് മലക്കുകൾ പറയുന്നുണ്ടല്ലോ വേണ്ടേ, എന്തിനാണ് ആയത്തിൻ്റെ പേര് വൽക്കാല റബ്ബുക ലിൽ മലായികത്തി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. നമ്മൾ കുറച്ച് ആൾക്കാരെ ഭൂമിയിലെ നിങ്ങൾ ആ പണിക്ക് നിൽക്കണ്ടേ, അള്ളാഹുവെ നിന്നെ സുജൂദ് ചെയ്യാൻ നിന്നെ തസ്ബീഹ് ചെയ്യാനെങ്കിൽ നമ്മൾ തന്നെ ഉണ്ട്. ഈ എടാങ്കുണം പിടിച്ച മനുഷ്യന്മാരെ ഇറക്കേണ്ട തമ്മാമിൽ കുത്തും കൊലയും നടത്താനെന്ന് പറഞ്ഞാണല്ലോ. എന്നിട്ട് കണ്ടില്ലേ ഈ ആയിഷയും ഫാത്തിമയും മുഹമ്മദും മറ്റേ പള്ളിയിൽ ഇരുന്നോതുന്നോലും അങ്ങനെ ഉണ്ട്, വീട്ടിലിരുന്ന് ചെയ്യുന്നോലുണ്ട് അങ്ങനെ അല്ലേ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്നോലും ഉണ്ട് എന്ന് പറഞ്ഞ് മലക്കുകളെന്ന് അള്ളാഹു ഒന്ന് ഒരു ഗ്രേഡ് കുറച്ച് കാണുകയാണ് അവിടെ അല്ലേ. അപ്പോൾ അള്ളാഹ്ക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്ന കാര്യമാണ് എന്ത് തൗബ ചെയ്ത് മടങ്ങൽ. അതായത് നമ്മൾ എല്ലാ നേരവും ഒന്നെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതാക്കലുണ്ട് അല്ലേ. എന്താണ് ഇന്നല്ലാഹ യുഹിബ്ബു തൗബാബീനു യുഹിബ്ബുൽ മുതതഹിരീൻ എന്ന് പറയലുണ്ട്. പറയുമ്പോൾ ഒന്നുകൂടെ മനസ്സിരുത്തി പറയണം. അതുപോലെ ഉളുവിൻ്റെ ശേഷമുള്ള ആ ദുആ ഉണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു റസൂൽ. അത് എവിടെയെങ്കിലും പോയിരുന്നിട്ട് സാവകാശം ഒന്ന് പറയാൻ ശ്രമിക്കുക. കാരണം 8 വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഒരു മഹത്തായ ദുആണ്. അതിനങ്ങനെ ഇൻസൾട്ട് ചെയ്ത് കാണണ്ട. അതൊന്ന് വളരെ ക്ഷമാപൂർവ്വം എവിടെയെങ്കിലും ഇരുന്നിട്ട് വളരെ നല്ലൊരു ദുആണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു പോകുന്ന പോക്കിലൊന്നും ചെല്ലിപ്പോലല്ല, അത് വേണം അങ്ങനെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഈ വീഡിയോ പിന്നെ ഈ തൗബ ഇസ്തിഗ്ഫാർ എന്നുള്ള വിഷയത്തിൻ്റെ ക്ലാസ്സിൽ ഒരു ചെറിയ തെറ്റ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിരുത്താൻ ആഗ്രഹിക്കുന്നു. അതായത് ഇമാം ഷാഫി അദ്ദേഹത്തിൻ്റെ തഹജ്ജുദ് നിസ്കാരത്തിൽ അല്പം മടി വന്നപ്പോൾ അദ്ദേഹം ഗുരുനാഥനോട് ചോദിച്ചു എന്നുള്ളത് ഒരു സ്വഹാബി എന്നാക്കി മാറ്റണം. പിന്നെ ഷാഫി ഇമാം ഇതുപോലെ വേറൊരു വിഷയമാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായാലും ഇത് തെറ്റ് തിരുത്തി മനസ്സിലാക്കി കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.